Today is the first day of our YouTube channel. നമുക്കൊരു യൂട്യൂബ് ചാനലിന് പേരിട്ടിട്ടില്ല. നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ പേരിടുന്നൊരു ചടങ്ങായിട്ട് ഉപയോഗിക്കാനാണ് നമ്മുടെ ബേസിക്കലി പ്ലാൻ എന്ന് വെച്ചാല് നമുക്കൊരു ഇപ്പൊ വർഷം 2030 ആകുമ്പോഴത്തേക്ക് ഒരു 100 million സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ട് റിച്ച് ആവുന്ന നമ്മുടെ പ്ലാൻ. നിങ്ങളെ സഹായിക്കുവാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മുടെ ഷാന, ഇവന് മലയാളം അറിയില്ല. ഇവൻ നമ്മുടെ വീട്ടിലെ സൗദിയിലൊക്കെ ജനിച്ചു വളർന്ന ഒരു പയ്യനാണ്. അഫ്സല് അവർ രണ്ടും ഒരുമിച്ച് പഠിക്കും. പക്ഷെ ഇവന് മലയാളം അറിയില്ല. അപ്പൊ ഇവന് ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ സെഷൻ കണ്ടിന്യൂ. നമ്മൾ ഇവന്റെ വേണ്ടതിന് മലയാളം സബ്ജക്റ്റിലാക്കാനാണ്. ഞങ്ങളിപ്പോ പഠിക്കണത് ബാംഗ്ലൂരിലെ ഒരു കൊച്ചു കോളേജിലാണ്. പേരെന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പണിയില്ലാതെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സത്യം പറയല, BC എടുത്തു കഴിഞ്ഞിട്ട് പഠിച്ചിട്ടൊന്നും കിട്ടാൻ പോകണില്ലെന്ന് മനസ്സിലായത് ലാസ്റ്റ് ഇയർ ആയപ്പോഴാണ്. നമ്മള് കോളേജില് കോളേജിൽ വെച്ച് പറഞ്ഞ പ്രശ്നം അതുകൊണ്ട് പറയണില്ല. അഫ്സൽ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു? എനിക്ക് ബിസിനസ്സാണ് താല്പര്യം. നമ്മളെല്ലാവർക്കും ബിസിനസ് ആണ് താല്പര്യം. അതുകൊണ്ട് ബിസിനസ്സിൽ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പഠിച്ചിട്ട് നമുക്കൊരു 100 ഐഡിയ ഉണ്ട് ഒരു ദിവസം. പക്ഷെ എന്താണെന്ന് ഒരിടത്ത് ഉറച്ചു ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ദിവസം ഒരു 5 മിനിറ്റ് മുമ്പ് വന്നൊരു ഐഡിയ ആണ് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ചിലപ്പോ ഇന്ന് നിങ്ങൾ വൈറലായി ഒറ്റ മൈൻഡ് വീഡിയോ എടുക്കുക. അപ്പൊ നമ്മുടെ അഫ്സലിന്റെ ഒരു ഡ്രീം എന്താന്ന് വെച്ചാല് ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. 22 വയസ്സിൽ കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അപ്പൊ നമ്മുടെ ഒരു കരിയർ അത് പ്രശ്നമാണല്ലോ. അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങിയിട്ട് നമ്മളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ്ഫുൾ ആകുവാണെങ്കിൽ അഫ്സലിന്റെ ഡ്രീം നമ്മൾ എല്ലാവരും നടത്തി കൊടുക്കും. അഫ്സലിന് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഉണ്ടോ? എനിക്കെന്താ പറയാം, നമുക്ക് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ 3 പേര് ഒരുമിച്ച് തുടങ്ങുന്നത് നൈസ് ഐഡിയ. ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യോ ദാസ് ആൻഡ് കോ എന്നുള്ള കമ്പനിക്ക് എന്തൊക്കെ? നമുക്ക് ഒരു ഫുഡ് ട്രക്ക് ആണ് ഫസ്റ്റ് ഐഡിയ. ഫുഡ് ട്രക്ക് ചായക്കട ഒത്തിരി പൈസ എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഓരോ ദിവസവും റീല് കാണുമ്പോഴത്തേക്ക് ഒരു ചെക്കൻ ചായക്കട തുടങ്ങി പഴംപൊരി 10 രൂപ ഇട്ടിട്ട് 15 രൂപ ഉണ്ടാക്കണം. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ദ ബിസിനസ് ഐഡിയ സ്റ്റഡി. സോ നമ്മൾ അവിടുന്ന് തുടങ്ങി കേറി ഒരു ക്ലോത്തിങ് സ്റ്റോർ, ഒരു സൂപ്പർ മാർക്കറ്റ്. എന്റെ ജാതകത്തിലാണെങ്കിലോ അടുത്ത 5 കൊല്ലത്തേക്ക് വെച്ചടി കയറ്റം, ഒരു മാൾ, സിനിമ. ഞങ്ങൾ ഇത്തിരി ഫേമസ് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളാലേക്ക് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ജേണി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാൻ. From today onwards, it's day one. ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു റെന്റഡ് അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്മുടെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് ഓരോരുത്തരുടെ ഓരോ അപ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോ കോൺഫറൻസിംഗിലായിരിക്കും വീഡിയോ എടുക്കാൻ പോകുക. നമ്മുടെ സാമ്രാജ്യം തന്നെ ഞങ്ങൾ കെട്ടിപ്പൊക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട്സ് എല്ലാം വേണം. Guys, will this work out? നടക്കാതെ അവിടെ പോവാനാ? അതെ, നടന്നിരിക്കും. നടക്കും എന്നാ തോന്നുന്നേ. നടക്കുവല്ലേ? ശരി.